നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ദിലീപിന്റെ പുതിയ ചിത്രമായ തങ്കമണി നാളെ തിയേറ്ററുകളിൽ എത്താൻ പോകുകയാണ്. ഉടൽ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് തങ്കമണി. 38 വർഷങ്ങൾക്ക് മുൻപ് ഇടുക്കിയിലെ തങ്കമണിയിൽ നടന്ന ഒരു സംഭവ കഥയെ ആസ്പദമാക്കിയുള്ള ചിത്രത്തിനായി ആരാധകരും വലിയ കാത്തിരിപ്പിലാണ്. ചിത്രത്തിന്റെ റിലീസിംഗിനായുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കവെയാണ് ചില നിയമ നടപടികളും ഇതിനിടയിൽ കടന്നു വരുന്നത്. ചിത്രത്തിന്റെ റിലീസ് വിലക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കി സ്വദേശിയായ ഒരു വ്യക്തി കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജിയിൽ ഹൈക്കോടതി ഇന്നലെ രഹസ്യവാദം കേൾക്കുകയും ചെയ്തു. സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നൽകിയ സാഹചര്യത്തിൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നത് സിനിമയുടെ സ്രഷ്ടാക്കളുടെ താൽപര്യങ്ങൾക്ക് എതിരാകുമെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഇതേ തുടർന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടച്ചിട്ട മുറിയിൽ വാദം കേട്ടത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി സുവിൻ ആർ മേനോൻ ഹാജരായി. സെൻസർ ബോർഡിന്റെ മിനിറ്റ്സ് ഹാജരാക്കാൻ നിർദ്ദേശിച്ച കോടതി ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ സിനിമയുടെ കഥ എന്താണെന്ന് വിശദീകരിക്കേണ്ടി വരുമെന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടെയാണ് രഹസ്യവാദം കേൾക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. സിനിമയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇടുക്കി സ്വദേശി നൽകിയ ഹർജി നേരത്തെ ഹൈക്കോടതി തീർപ്പാക്കിയിരുന്നു. യഥാർത്ഥ സംഭവവുമായി ബന്ധമില്ലാത്ത ദൃശ്യങ്ങൾ ദിലീപ് ചിത്രത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് ആ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. പരാതിക്കിടയാക്കിയ വിഷയങ്ങൾ സ്ക്രീനിംഗിൽ പരിശോധിക്കുമെന്ന് സെൻസർ ബോർഡ് കോടതിയിൽ നൽകിയ ഉറപ്പിനെ തുടർന്നായിരുന്നു ഹർജി തീർപ്പാക്കിയത്. എന്നാൽ കോടതിയുടെ ഒത്തുതീർപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കാതെ സെൻസർ ബോർഡ് സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകിയതിനെ തുടർന്നാണ് സിനിമയുടെ റിലീസിംഗ് തടയണമെന്നാവശ്യപ്പെട്ട് പുതിയ ഹർജി ഫയൽ ചെയ്യുന്നത്. ഇതിലായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി രഹസ്യവാദം കേട്ടത്. ദിലീപിന്റെ 148ാം ചിത്രമായി എത്തുന്ന തങ്കമണിയിൽ 2 കാലഘട്ടത്തിലുള്ള വേഷപ്പകർച്ചയിൽ ഇതുവരെ കാണാത്ത ലുക്കിലാണ് ദിലീപ് എത്തുന്നത്. ചിത്രത്തിനായി കാത്തിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ഇടുക്കി തങ്കമണിയിൽ നടന്ന യഥാർത്ഥ സംഭവത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായി എത്തുന്ന ചിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. നരകയറിയ മുടിയും താടിയും ഒക്കെയായി ഇതുവരെ കാണാത്ത വേഷപ്പകർച്ചയിൽ ദിലീപ് എത്തുന്ന ചിത്രമാണ് തങ്കമണിയെന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സൂചന നൽകിയിരുന്നു. അതിന് പിന്നാലെ മറ്റൊരു വേഷപ്പകർച്ചയിൽ സെക്കൻഡ് ലുക്കും എത്തിയിരുന്നു. ശേഷം ഇറങ്ങിയ ടീസർ ദിലീപ് ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും ഒക്കെ ഗംഭീര ദൃശ്യവിരുന്ന് സമ്മാനിക്കുമെന്നൊരു ചിത്രമാണ് തങ്കമണി എന്ന് ഉറപ്പ് നൽകുന്നതായിരുന്നു. സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ RB ചൗധരി, ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മധുര എന്നിവർ ചേർന്നാണ് തങ്കമണി നിർമ്മിക്കുന്നത്. നീത പിള്ള, പ്രണിത സുഭാഷ്, അജ്മൽ അമീർ, സുദേവ് നായർ, സിദ്ദിഖ് മനോജ് KJN, കോട്ടയം രമേശ്, മേജർ രവി, സന്തോഷ് കീഴാറ്റൂർ, അസീസ് നെടുമങ്ങാട്, തൊമ്മൻ മാങ്കുവ, ജിബിൻ ജി, അരുൺ ശങ്കരൻ, മാളവിക മേനോൻ, രമ്യ പണിക്കർ, മുക്ത, ശിവകാമി, അംബിക തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു. ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന മലയോര ഗ്രാമത്തിൽ ബസ് സർവീസിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് വലിയ ആക്രമണങ്ങളിലേക്കും പോലീസ് നടപടിയിലേക്കും വഴിതെളിച്ചത്. 1986 ഒക്ടോബർ 21-നാണ് കേരളത്തെ നടുക്കിയ സംഭവം ഉണ്ടാകുന്നത്. വെടിവയ്പിൽ കോഴിമല അവറാച്ചൻ എന്നയാൾ തൽക്ഷണം മരണമടഞ്ഞു. ഉടുമ്പയ്ക്കൽ മാത്യു എന്നയാൾക്ക് 2 കാലുകളും നഷ്ടപ്പെട്ടു. അന്ന് രാത്രിയിൽ പോലീസ് സംഘമായി ഗ്രാമത്തിലെത്തി വീടുകളിൽ കയറി ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുകയായിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.